നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. പ്രധാന തലക്കെട്ടുകൾ. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം അന്വേഷിക്കാൻ കർണാടക സർക്കാർ ചുമതല നിയമവകുപ്പിന്. വോട്ടുകൊള്ള തടയാൻ വോട്ടുചോരി.in എന്ന സൈറ്റ് തുടങ്ങി. പ്രചരണത്തിൽ പങ്കുചേരാൻ ആഹ്വാനം നൽകി രാഹുൽ ഗാന്ധി. ഡിജിറ്റൽ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണമെന്നും രാഹുൽ ഗാന്ധി. തൃശൂരിൽ വ്യാജ വോട്ടർമാരെ കണ്ടെത്താൻ വ്യാപക ഓഡിറ്റിംഗ് നടത്തുമെന്ന് കെ.സി. വേണുഗോപാൽ. വോട്ടർ പട്ടിക വിവാദത്തിൽ പരിശോധനയും നടപടിയും വേണമെന്ന് മന്ത്രി കെ. രാജൻ. ബി.ജെ.പിയുടെ അനുബന്ധത്തെ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നു എന്ന് എം.എ. ബേബി. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് സാധ്യത തേടി ബെവ്കോ. ശുപാർശ ബെവ്കോ എം.ഡി സർക്കാരിന് സമർപ്പിച്ചു. താൽപര്യം പ്രകടിപ്പിച്ച് സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ. ബെവ്കോയുടെ ആവശ്യം പൂർണ്ണമായും തള്ളി മന്ത്രി എം.പി. രാജേഷ്. ഓൺലൈൻ മദ്യവിൽപ്പന ഇടത് സർക്കാരിന്റെ ആലോചനയിൽ ഇല്ലെന്ന് മന്ത്രി. ഓഗസ്റ്റ് 15-ന് അലാസ്കയിൽ നടക്കാനിരിക്കുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയെ പിന്തുണച്ച് ഇന്ത്യ. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അവസാനമാകുമെന്നാണ് പ്രതീക്ഷയെന്നും സമാധാന ചർച്ചയെ സ്വാഗതം ചെയ്യുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം. പുടിന്റേത് 10 വർഷത്തിന് ശേഷമുള്ള ആദ്യ US സന്ദർശനം. ഷാർജയിൽ മരിച്ച അതുല്യയുടെ ഭർത്താവ് സതീഷ് അറസ്റ്റിൽ. പിടിയിലായത് തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച്. കൊല്ലത്തെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ഇടക്കാല ജാമ്യത്തിൽ വിടും. സതീഷിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് അതുല്യയുടെ അച്ഛൻ എസ്. രാജശേഖരൻ പിള്ള. അതുല്യയുടേത് കൊലപാതകമാണെന്നതിന് തെളിവില്ലെന്ന് ഇടക്കാല ജാമ്യ ഉത്തരവിൽ കോടതി. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ഒരു വിമാനത്തെയും വെടിവെച്ച് തകർത്തിട്ടില്ലെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ്. പ്രതികരണം: ഇന്ത്യൻ വ്യോമസേന 5 പാക് യുദ്ധവിമാനങ്ങളും 1 സൈനിക വിമാനവും വെടിവെച്ചിട്ടതായി എയർ ചീഫ് മാർഷൽ സ്ഥിരീകരിച്ചതിന് പിന്നാലെ വ്യോമയാന യുദ്ധോപകരണങ്ങളുടെ സ്വതന്ത്ര പരിശോധനയ്ക്ക് ഇന്ത്യയെ വെല്ലുവിളിച്ച് ഖോജ ആസിഫ്. വിശദമായി നോക്കാം. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് ഒരുങ്ങി ബെവ്കോ. ഇത് സംബന്ധിച്ച് ബെവ്കോ എം.ഡി സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പദ്ധതിയിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 3 വർഷം മുമ്പ് ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. ആപ്പിലൂടെ ബുക്ക് ചെയ്യുന്നവർക്ക് മദ്യം വീട്ടിലെത്തിക്കാൻ അനുമതി നൽകണമെന്നാണ് ബെവറേജസ് കോർപ്പറേഷന്റെ ശുപാർശ. ഇതിനായി മൊബൈൽ ആപ്പ് നിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ഭക്ഷ്യവിതരണ കമ്പനിയായ സ്വിഗ്ഗി പദ്ധതിയോട് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മദ്യം വാങ്ങുന്നയാൾക്ക് 23 വയസ്സ് കഴിഞ്ഞിരിക്കണം. മദ്യം നൽകുന്നതിന് മുൻപ് പ്രായം തെളിയിക്കുന്ന രേഖ വാങ്ങി അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും മദ്യം നൽകുക. ഒരു തവണ 3 ലിറ്റർ മദ്യം വരെ ഓർഡർ ചെയ്യാം. മദ്യം ഓർഡർ ചെയ്ത് കരിഞ്ചന്തയിൽ വിൽക്കുന്നത് ഒഴിവാക്കാൻ മദ്യം വാങ്ങുന്നതിന് പരിധി നിശ്ചയിക്കും. കൂടുതൽ വിതരണ കമ്പനികൾ രംഗത്തെത്തിയാൽ ടെൻഡർ വിളിക്കും. മദ്യവിതരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വിതരണ കമ്പനിക്കായിരിക്കുമെന്നും ബെവ്കോ അറിയിച്ചു. ടൂറിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ആവശ്യമുയരുന്ന സാഹചര്യത്തിൽ മദ്യവിൽപ്പന കൂട്ടണമെന്ന നിലപാടിലാണ് ബെവ്കോ. 3 വർഷം മുൻപും സർക്കാരിനോട് ബെവ്കോ ഇക്കാര്യത്തിൽ അനുമതി തേടിയിരുന്നു. എന്നാൽ അന്ന് സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. കോവിഡ് കാലത്ത് മദ്യം ഓൺലൈനിലൂടെ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. തിരക്കൊഴിവാക്കാൻ ആപ്പിലൂടെയായിരുന്നു ബുക്കിംഗ്. ഇതിനുശേഷം വാതിൽപ്പടി മദ്യവിതരണം ആലോചിച്ചെങ്കിലും ചർച്ചകൾ മുന്നോട്ടു പോയില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം ബെവ്കോയുടെ ആവശ്യം പൂർണ്ണമായും തള്ളി മന്ത്രി എം.പി. രാജേഷ്. ഓൺലൈൻ മദ്യവിൽപ്പന ഇടത് സർക്കാരിന്റെ ആലോചനയിൽ ഇല്ലെന്ന് മന്ത്രി നിലപാട് വ്യക്തമാക്കി. അംഗീകരിച്ച മദ്യനയത്തിനകത്ത് നിന്നേ തീരുമാനമെടുക്കൂ. നികുതി ഘടന തീരുമാനിച്ചാൽ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലെത്തിക്കാൻ കഴിയുമെന്നും മന്ത്രി എം.പി. രാജേഷ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 4 വർഷമായി മദ്യത്തിന് കേരളം വില വർദ്ധിപ്പിച്ചിട്ടില്ല. മറ്റ് പല സംസ്ഥാനങ്ങളും ഇതിനിടയിൽ പലതവണ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈയിടെയാണ് കർണാടക നല്ല വർധനവ് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പം 4 വർഷമായിട്ടിവിടെ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഓൺലൈൻ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഈ പ്രപ്പോസൽ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മദ്യനയ രൂപീകരണ സമയത്തും ഈ പ്രപ്പോസൽ ബെവ്കോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ തൽക്കാലം അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ കണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം സർക്കാർ ആലോചിക്കുന്നില്ല എന്നത്.
ഓൺലൈൻ മദ്യവിൽപ്പനയിലൂടെ മികച്ച വരുമാനമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. മദ്യവും മയക്കുമരുന്നും വിപത്താണ്. തെറ്റായ സന്ദേശമാണ് ഇത് നൽകുന്നത്. സർക്കാർ ഈ നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഇന്ന് ഇപ്പോൾ രാവിലെ നിങ്ങൾ കണ്ടതാണ് മയക്കുമരുന്നിൻ്റെതായിട്ടുള്ള പോരാട്ടം. നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. മയക്കുമരുന്നാണ് ഏറ്റവും വലിയ വിപത്ത്, മദ്യവും വിപത്താണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന വിപത്ത് കൂടിയ വിപത്താണ്. അപ്പോൾ സുലഭമായി ഇത് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുമാനം കിട്ടണമെന്നുള്ള ഒറ്റ ചിന്തയാണുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നു. അതുകൊണ്ട് കാര്യമില്ല. ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരായിട്ടുള്ള ജനകീയ പോരാട്ടത്തിൽ നിന്നും അവർ സത്യത്തിൽ പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതിൻ്റെ തെളിവാണ് ഇത്. ഇത് തെറ്റായ സന്ദേശമാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സമൂഹം എന്ന് ചിന്തിക്കുന്നതിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, നിയമസമാന തകർച്ച, ഇതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. അപ്പോൾ അതിന് സുലഭമായിട്ട് ഒഴുകിക്കൊടുക്കാൻ നടപടി സ്വീകരിക്കുക ഗവൺമെൻറ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ഈ സമൂഹത്തോട് ചെയ്യുന്നത് തെറ്റായ സന്ദേശം നൽകലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സർക്കാർ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം സ്വകാര്യ വാഹനം ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി. ലോട്ടറി കച്ചവടക്കാരൻ ഉൾപ്പെടെ 4 പേർക്ക് ഗുരുതര പരിക്ക്. ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നു. ആതിര, ജനറൽ ഹോസ്പിറ്റലിന് മുമ്പിലാണ് ഇങ്ങനെ ഒരു വാഹനാപകടം സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത്? അമ്പിളി, തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നടപ്പാതയിലേക്ക് ഇടിച്ചു കയറിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത്. ആ നടപ്പാതയിൽ സജ്ജീകരിച്ചിട്ടുള്ള ഈ ആളുകൾക്ക് നടക്കുന്നതിനായി സജ്ജീകരിച്ചിട്ടുള്ള കമ്പികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഒടിഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അത്രയും ആഘാതത്തോടു കൂടിയാണ് ഈ വണ്ടി, ഈ കാറ് അതിലേക്ക് ഇടിച്ചു കയറിയത്. അവിടെ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന ഒരു വ്യക്തിയടക്കം 4 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ 3 പേരുടെ നില ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇവരെ ഉടൻ തന്നെ ഈ ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അത്രയധികം വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരെ നിലവിൽ ഈ 3 പേർക്കാണ് അതീവ ഗുരുതരമായിട്ടുള്ള അപകടം, ഗുരുതരമായി നില തുടരുന്നത്. ഇവരെ ഉടൻ തന്നെ ഇനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർ ആരാണെന്നത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ പുറത്തു വരുന്നതേ ഉള്ളൂ. ശരി, തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം സ്വകാര്യ വാഹനം ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി. ലോട്ടറി കച്ചവടക്കാരൻ ഉൾപ്പെടെ 4 പേർക്ക് ഗുരുതര പരിക്ക്. ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പരിക്കേറ്റവരെയെല്ലാം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം അന്വേഷിക്കാൻ കർണാടക സർക്കാർ. അന്വേഷണ ചുമതല സംസ്ഥാന നിയമവകുപ്പിനാണ്. ഡിജിറ്റൽ രംഗത്ത് ഈ വിഷയം കൂടുതൽ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ വേണ്ടി വെബ്സൈറ്റും വാട്സ്ആപ്പ് നമ്പറും തയ്യാറാക്കി. വോട്ട് കൊള്ള തടയാൻ votechori.in എന്ന വെബ്സൈറ്റും തുടങ്ങിയിട്ടുണ്ട്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ജനങ്ങളും ഇതിൽ പങ്കുചേരണമെന്ന് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വാട്സ്ആപ്പ് നമ്പറിൽ മിസ് കോൾ നൽകി എല്ലാവരും പങ്കാളികളാകണമെന്നും രാഹുൽ തന്റെ ഔദ്യോഗിക എക്സ് പേജിലൂടെ അറിയിച്ചു. ഡിജിറ്റൽ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. ജനവിധി അനുസരിച്ച് പ്രധാനമന്ത്രിയായ ആളല്ല നരേന്ദ്രമോദിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. തൃശൂരിൽ വ്യാജ വോട്ടർമാരെ കണ്ടെത്താൻ വ്യാപക ഓഡിറ്റിംഗ് നടത്തും. സംസ്ഥാനത്തും വോട്ടിംഗ് സംബന്ധിച്ച് വ്യാപകമായ പരിശോധന നടത്താൻ തീരുമാനിച്ചു. കോൺഗ്രസ് ഇത് വലിയ ഒരു മൂവ്മെന്റ് ആക്കും. ഇന്ത്യ മുന്നണിയിലെ പാർലമെന്റ് അംഗങ്ങൾ എല്ലാം മാർച്ച് ചെയ്യും. രാഹുൽ ഗാന്ധിയോട് രാജിവെക്കാൻ പറയുന്നു. എന്നാൽ രാജിവെക്കേണ്ടത് പ്രധാനമന്ത്രിയാണെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഇന്ത്യ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം 2024 ഇലക്ഷൻ എന്ന് പറയുന്നത് ടാർഗറ്റഡായിട്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിക്കൊണ്ട് ഭരണം പിടിച്ചെടുത്ത ഇലക്ഷനായിരുന്നു. ജനവിധി അനുസരിച്ച് പ്രധാനമന്ത്രിയായ ആളല്ല ശ്രീ നരേന്ദ്രമോദി എന്നുള്ളത് വ്യക്തമായിട്ട് വെളിവാക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ഞങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പത്രസമ്മേളനത്തിലൂടെ, പിന്നീട് ബാംഗ്ലൂരിൽ സമ്മേളനങ്ങളിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ, തെളിവുകളടക്കം പുറത്തുവിട്ട കാര്യങ്ങൾ ശരിയാണെന്ന് ഇപ്പോൾ ഞങ്ങളല്ല പറയുന്നത്, മാധ്യമപ്രവർത്തകർ തന്നെ അവിടെ പോയി വെരിഫൈ ചെയ്ത് പറയുകയാണ്. ഒരു നിയോജകമണ്ഡലം, മഹാദേവപുരം എന്ന് പറയുന്ന നിയോജകമണ്ഡലം മാത്രമായിരുന്നു അത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ തൃശ്ശൂരിൽ.
അടക്കം നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള വ്യാജ വോട്ടർമാരെ ചേർക്കുന്ന പ്രക്രിയ നടന്നിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തെളിയിക്കുന്നതാണ്. ഇപ്പം ഞാൻ തന്നെ ആലപ്പുഴയിൽ കേസിന് പോയിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കാലത്ത് ഹൈക്കോടതിയിൽ. എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് കേസുമായി ബന്ധപ്പെട്ട് പോയിരുന്നു, ലിജു ആയിരുന്നു പോയിരുന്നത്. ആ കേസ് ഇതുപോലെ 30,000 വോട്ട്. വോട്ടർ പട്ടിക വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ രാജൻ. ഇത്തരം കൃത്രിമങ്ങൾ നാടിന് അംഗീകരിക്കാൻ കഴിയാത്തതും ജനാധിപത്യ വിരുദ്ധവുമാണ്. ഇക്കാര്യത്തിൽ പരിശോധനയും നടപടിയും വേണം. പുറത്തുവന്ന വിവരങ്ങൾ ഗൗരവമായി പരിശോധിക്കണം. ലോകമുള്ളിടത്തോളം കാലം ആർക്കും നിശബ്ദത പാലിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകേണ്ടി വരും. ഇല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നും കെ രാജൻ തൃശൂരിൽ വ്യക്തമാക്കി. ക്രമങ്ങൾ നാടിന് ജനാധിപത്യപരമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കാണുകയും കൃത്യതയോടുകൂടി അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കർശനമായി പരിശോധിക്കപ്പെടുകയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകുകയും വേണം. ഇന്ത്യയിലാകമാനം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തതയെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ആരോപണങ്ങൾ ഉയർന്നു പല ഘട്ടങ്ങളിലായി. ബീഹാർ വോട്ടർ പട്ടിക പുനർരൂപീകരണത്തിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച നടത്തണമായിരുന്നുവെന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി. പത്രത്തിൽ നിന്നാണ് കാര്യങ്ങൾ അറിഞ്ഞതെന്നും അതിൽ തന്നെ എന്തോ ദുരുദ്ദേശമുണ്ടെന്നും MA ബേബി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ സ്ഫോടനാത്മകമാണ്. BJP ഭരണത്തിന്റെ അനുബന്ധത്തെ പോലെയാണ് കമ്മീഷൻ പെരുമാറുന്നതെന്നും MA ബേബി തൃശൂരിൽ പറഞ്ഞു. ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള വളരെ സ്ഫോടകാത്മകമായ വെളിപ്പെടുത്തലുകളുണ്ട്. 6 മാസത്തോളം ഗവേഷണം നടത്തി കണ്ടുപിടിച്ച മുമ്പ് നടന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഗുരുതരമായ ക്രമക്കേടുകൾ അതിന്ന് പൊതുമണ്ഡലത്തിലുണ്ട്. അപ്പോൾ BJP ഭരണത്തിൻ്റെ ഒരു അനുബന്ധത്തെ പോലെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു കാര്യം SIR പോലുള്ള ഒരു ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളോട് ഒരു വട്ടം ചർച്ച ചെയ്യാൻ ഞങ്ങളിത് ചെയ്യാൻ പോവുകയാണെന്ന് പറയാം. തൃശൂരിലെ വോട്ടർമാർക്ക് സുരേഷ് ഗോപി MPയെ കാണാൻ കഴിയുന്നില്ലെന്ന് KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ. സുരേഷ് ഗോപിയെ 2 മാസക്കാലമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. KSU പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടു. എന്നിട്ടും കാണാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പോലീസിൽ പരാതി നൽകിയതെന്നും ഗോകുൽ ഗുരുവായൂർ പറഞ്ഞു. എന്തായിരുന്നു കേന്ദ്ര സഹമന്ത്രിയെ കാണാനില്ലെന്ന് കാണിച്ച് പരാതി കൊടുക്കാനുണ്ടായ കാരണം? നമുക്കെല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ ഒരു 2 മാസക്കാലമായിട്ട് ഈ പറയുന്ന വ്യക്തി തൃശ്ശൂരിലെ പാർലമെന്റിലെ MP കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. ഈ പറഞ്ഞ വ്യക്തി 2 മാസക്കാലമായിട്ട് തൃശ്ശൂരിലെ പാർലമെന്റ് നിയോജകമണ്ഡലങ്ങളിൽ 7 വരുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിൽ എവിടെ പോലും ഒരു പരിപാടിക്ക് പോലും ഇദ്ദേഹത്തെ കാണാനില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പറയുന്ന തൃശ്ശൂർ കോർപ്പറേഷനിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു വൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഈ പറയുന്ന കേന്ദ്രമന്ത്രി സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയെ, പാർലമെന്റ് MP കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയെ ഈ പറയുന്ന തൃശ്ശൂർ മേയർ ഫോണിൽ വിളിക്കുകയുണ്ടായി. തൃശ്ശൂർ മേയറും അത് കഴിഞ്ഞ് ഈ രണ്ടാമത്തെ സർക്കാർ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വന്ന മന്ത്രി രാജനും ഇദ്ദേഹത്തെ മാറി മാറി നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഇദ്ദേഹത്തെ ഫോണിൽ ലഭിക്കാത്തൊരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ച് തൃശ്ശൂർ മേയർ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പറയുകയുണ്ടായി. അപ്പോൾ ഈ സാഹചര്യത്തിൽ തൃശ്ശൂർ മേയർ പോലുള്ള ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിക്കും കേരള മന്ത്രിസഭയിലെ രണ്ടാമനെന്ന് പറയുന്ന ഈ പറയുന്ന മന്ത്രി രാജന് പോലും ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടാത്തത്ര തിരക്കുള്ള ഒരു മനുഷ്യനായി ഇദ്ദേഹം മാറിയിരിക്കുകയാണ്. അത് ഈ പറയുന്ന അതേസമയം സുരേഷ് ഗോപിയുടെ ഓഫീസിന് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി പോലീസ്. സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് നടപടി. തൃശൂർ ചേറൂർ ഓഫീസിലാണ് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയത്. ബംഗളൂരുവിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിലെ KSR റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. ബംഗളൂരുവിൽ നിന്ന് ബലഗാവിയിലേക്കും അമൃതസറിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കത്രയിലേക്കും നാഗ്പൂരിൽ നിന്ന് പൂനെയിലേക്കുമുള്ള ട്രെയിനുകളാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ബംഗളൂരു മെട്രോയുടെ യെല്ലോ ലൈനും മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. 4 വർഷത്തെ കാത്തിരിപ്പിനും നിരവധി തവണ വൈകിയതിനും ശേഷം RV റോഡിൽ നിന്ന് ബൊമ്മസാന്ദ്രയിലേക്കുള്ള നമ്മ മെട്രോയുടെ യെല്ലോ ലൈൻ യാഥാർത്ഥ്യമാകുന്നത്. 19.15 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴി ബംഗളൂരുവിന്റെ ടെക് ഇടനാഴിയിലെ യാത്രാമാർഗത്തെ പരിവർത്തനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സിറ്റിയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് പ്രയോജനം ലഭിക്കുകയും കുപ്രസിദ്ധമായ സിൽക്ക് ബോർഡ് ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. 15,610 കോടിയിലധികം രൂപയുടെ ബംഗളൂരു മെട്രോ
മെട്രോ 3ാം ഘട്ടത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. ഉച്ചയ്ക്ക് 1 മണിയോടെ പ്രധാനമന്ത്രി ബംഗളൂരുവിലെ നഗര ഗതാഗത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കൽ ഇടലും നിർവഹിക്കും. ഒരു പൊതുചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഓഗസ്റ്റ് 15-ന് അലാസ്കയിൽ നടക്കാനിരിക്കുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയെ പിന്തുണച്ച് ഇന്ത്യ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അവസാനമാകുമെന്നാണ് പ്രതീക്ഷയെന്നും സമാധാന ചർച്ചയെ സ്വാഗതം ചെയ്യുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം. 10 വർഷത്തിന് ശേഷമാണ് പുടിന്റെ US സന്ദർശനം. വെള്ളിയാഴ്ച അലാസ്കയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കയും റഷ്യൻ ഫെഡറേഷനും തമ്മിൽ എത്തിച്ചേർന്ന ധാരണയെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഇന്ത്യ പ്രസ്താവനയിലൂടെ അറിയിച്ചത്. മുൻപ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ലെന്നും സമാധാന ശ്രമങ്ങൾക്കുള്ള എല്ലാ നീക്കങ്ങൾക്കും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. 10 വർഷത്തിനു ശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ US സന്ദർശനം. 2015-ൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുമായിട്ടായിരുന്നു പുടിന്റെ അവസാന കൂടിക്കാഴ്ച. വരാനിരിക്കുന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് ട്രംപും സാമൂഹ്യമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ താനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അത് അടുത്ത വെള്ളിയാഴ്ചയാണ്. 2025 ഓഗസ്റ്റ് 15-ന് അലാസ്കയിലെ ഗ്രേറ്റ് സ്റ്റേറ്റിൽ നടക്കുന്ന കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പിന്നാലെ അറിയിക്കാം എന്നാണ് പോസ്റ്റ്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനായി യുക്രൈന്റെ ഒരു കഷ്ണം ഭൂമി പോലും റഷ്യയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. റഷ്യയ്ക്ക് 1 ഇഞ്ച് ഭൂമിയെങ്കിലും വിട്ടുകൊടുത്തുകൊണ്ടുള്ള സമാധാന കരാർ യുക്രൈൻ അംഗീകരിക്കില്ല എന്നും സെലൻസ്കി വ്യക്തമാക്കി. കിഴക്കൻ യുക്രൈനിലെ 2 പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള സമാധാന കരാർ അമേരിക്കൻ പിന്തുണയോടെ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുമെന്ന് സെലൻസ്കി ആവർത്തിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായ ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ഒരു വിമാനത്തെയും വെടിവെച്ചിട്ടില്ല എന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വ്യോമസേന 5 പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും 1 സൈനിക വിമാനവും വെടിവെച്ചിട്ടതായി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ബംഗളൂരുവിൽ സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാന്റെ അവകാശവാദം. അതേസമയം നിയന്ത്രണ രേഖയിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കാൻ പാക് സൈന്യത്തിന് കഴിഞ്ഞുവെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. കാലഹരണപ്പെട്ട പ്രതികരണമാണ് ഇന്ത്യൻ വ്യോമസേനാ മേധാവി നടത്തിയതെന്നും കുറ്റപ്പെടുത്തലുണ്ട്. സത്യം പുറത്തു വരണമെങ്കിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ വ്യോമയാന ഇൻവെന്ററികൾ സ്വതന്ത്ര പരിശോധനയ്ക്ക് വിധേയമാക്കട്ടെയെന്നും വെല്ലുവിളിക്കുന്നു. പാകിസ്ഥാന്റെ പരമാധികാരത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കും നേർക്ക് നടത്തുന്ന ഓരോ ലംഘനവും കനത്ത പ്രത്യാഘാതം ക്ഷണിച്ചു വരുത്തുമെന്നും പോസ്റ്റിൽ പാക് വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ ഭർത്താവ് സതീഷിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വലിയതുറ പോലീസ് സതീഷിനെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. സതീഷിന് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കൊലപാതക കുറ്റത്തിന് തെളിവില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അതേസമയം ഇടക്കാല ജാമ്യം ഉത്തരവിനെതിരെ അതുല്യയുടെ കുടുംബം കോടതിയെ സമീപിക്കും. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് സതീഷ് നാട്ടിലെത്തിയത്. വലിയതുറ പോലീസ് നിലവിൽ അന്വേഷണ ചുമതലയുള്ള സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് സതീഷിനെ കൈമാറി. ദുബായ് കോൺസുലേറ്റ് നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുല്യയുടേത് തൂങ്ങിമരണമാണെന്നും ദുബായ് പോലീസിന്റെ അന്വേഷണത്തിൽ സതീഷ് കുറ്റക്കാരനല്ലെന്നും പറയുന്നുണ്ട്. അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടെത്തിയിരുന്നെങ്കിൽ സതീഷിനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തേനെയെന്ന നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി സതീഷിന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പോലീസ് എടുത്തിരിക്കുന്നത് കൊലക്കുറ്റമാണ്. പക്ഷേ നമ്മൾ ഹാജരാക്കിയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതായത് ഷാർജ് ദുബായിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റ് നൽകിയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റിൽ സൂയിസൈഡ് ബൈ ഹാങ്ങിങ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഹാജരാക്കി അതുകൂടി കോടതി പരിഗണിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ കസ്റ്റഡി ഇപ്പോൾ ആവശ്യമില്ല എന്ന് കണ്ട് അദ്ദേഹത്തിന് താൽക്കാലികമായി ജാമ്യം അനുവദിച്ചത്. സതീഷിന് പരമാവധി ശിക്ഷ കിട്ടണമെന്നും ഇടക്കാല ജാമ്യ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും അതുല്യയുടെ കുടുംബം വ്യക്തമാക്കി. അതിന് വേണ്ടുന്ന പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്ത് അത് ചോദ്യം ചെയ്തത് അതിന്റെ സത്യാവസ്ഥ തെളിയിച്ചെടുക്കണം. ഇടക്കാല ഉത്തരവ് വന്ന 10 ദിവസത്തിനകം അന്വേഷണ പുരോഗതി അറിയിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ഇക്കഴിഞ്ഞ ജൂലൈ 19-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ ഭർത്താവിനൊപ്പം താമസിച്ചിരുന്ന കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വലിയ പരാജയമാണെന്ന് തെളിയിച്ചിരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഡോക്ടർ ഹാരിസിനെ അപമാനിച്ച് തകർക്കാൻ നടത്തിയ ശ്രമം പൊളിഞ്ഞുപോയി. എന്തിനാണ് ഡോക്ടറെ ഇങ്ങനെ വേട്ടയാടിയത്? സമൂഹത്തിലെ ചില വസ്തുതകൾ തുറന്നു പറഞ്ഞ ഡോക്ടറെ എന്തിനാണ് ഹരാസ് ചെയ്യുന്നത്? ഗവൺമെന്റ് ഒരു ലക്കും ലഗാനുമില്ലാതെ പ്രവർത്തിക്കുന്നു. ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞിരിക്കുന്നു. ഇത് സിസ്റ്റത്തിന്റെ തകരാറല്ലെന്നും ഗവൺമെന്റിന്റെ തകരാറാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഡോക്ടർ ഹാരിസിനെ അപമാനിച്ച് അദ്ദേഹത്തെ തകർക്കാൻ നടത്തിയ ശ്രമം പൊളിഞ്ഞുപോയി. ഇന്ന് കേരളത്തിലെ ആരോഗ്യമന്ത്രി ഒരു വലിയ പരാജയമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് ആ ഡോക്ടർ ഒരു സത്യം പറഞ്ഞതിന് അദ്ദേഹത്തെ ഇത്ര വേട്ടയാടിയത്? എന്തിനു വേണ്ടിയാണ് ഈ വേട്ടയാടൽ? നമ്മുടെ സമൂഹത്തിൽ ചില വസ്തുതകൾ തുറന്നു പറഞ്ഞ ഡോക്ടറെ എന്തിനാണ് ഈ ഹരാസ് ചെയ്യുന്നത്? ഓൺലൈൻ വഴി തട്ടിപ്പ് നടത്തിയ സംഘത്തെ കൊല്ലം സിറ്റി സൈബർ പോലീസ് പിടികൂടി. ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ 1,75,00,000-ലധികം തട്ടിയെടുത്ത കണ്ണൂർ സ്വദേശികളും ജോലി വാഗ്ദാനം നൽകി പണം തട്ടിച്ച ഷൊർണൂർ സ്വദേശിയുമാണ് പിടിയിലായത്. നിരവധി പേരാണ് ഇവരുടെ കെണിയിൽ വീണ് തട്ടിപ്പിന് ഇരയായത്. ഷെയർ ട്രേഡിംഗ് നടത്തിയാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വൻ ലാഭമുണ്ടാക്കാമെന്നും അതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകാമെന്നും വിശ്വസിപ്പിച്ചാണ് കണ്ണൂർ സ്വദേശികളായ റയീസും നാസീമും തട്ടിപ്പ് നടത്തിയത്. ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ അതേ പേരിലുള്ള വ്യാജ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് അതിലൂടെ പലതവണ പണം നിക്ഷേപമായി സ്വീകരിച്ചു. ലാഭം വർദ്ധിക്കുന്നതായി ആപ്ലിക്കേഷനിൽ കണ്ടതോടെ ഇരയായവർ കൂടുതൽ തുക നിക്ഷേപിക്കുകയായിരുന്നു. ഇങ്ങനെ കൊല്ലം കിളിക്കൊല്ലൂർ സ്വദേശിക്ക് നഷ്ടമായത് 1,75,00,000-ലധികമാണ്. ഇയാളുടെ പരാതിയിലാണ് കൊല്ലം സിറ്റി സൈബർ പോലീസ് പ്രതികളെ പിടികൂടിയത്. മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതികൾക്കെതിരെ സമാനമായ പരാതികൾ നിലവിലുള്ളതായി പോലീസ് കണ്ടെത്തി. ഒരു കമ്പനിയുടെ പേര് തുടങ്ങിയ ഒരു കറണ്ട് അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിലോട്ടാണ് ഒരു 46 ലക്ഷം രൂപ, ഈ 1,75,00,000 ആ ക്യാഷിൽ നിന്ന് 46 ലക്ഷം രൂപയാണ് അതിൽ പോയിരിക്കുന്നത്. ആ കമ്പനിയുടെ പേരിലുള്ള കറണ്ട് അക്കൗണ്ടാണ്. അത് നമ്മൾ അതിന് ബേസ് ചെയ്തുള്ള അന്വേഷണത്തിലാണ് ഇവരിലോട്ട് എത്തിയത്. സമൂഹ മാധ്യമങ്ങൾ വഴി ഡ്രൈവർ ജോലിക്കായി ആളെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകിയാണ് പാലക്കാട് ഷൊർണൂർ സ്വദേശി 27-കാരൻ വിഷ്ണു തട്ടിപ്പ് നടത്തിയത്. ജോലിക്കായി പരസ്യത്തിൽ കണ്ട നമ്പറിൽ വിളിക്കുന്നവരോട് മുൻകൂറായി രേഖകളും ഫീസിനത്തിൽ പണവും വാങ്ങും. തുക കൈക്കലാക്കിയ ശേഷം ബ്ലോക്ക് ചെയ്യുകയാണ് പതിവ്. തട്ടിപ്പ് തുടരുന്നതിനിടെയാണ് കൊല്ലം സ്വദേശിയുടെ പരാതിയിൽ ഇയാളെയും പോലീസ് പിടികൂടുന്നത്. അന്വേഷിച്ചിരുന്നപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇദ്ദേഹം ഇതുപോലുള്ള തട്ടിപ്പുകൾ നടത്തി ആഡ് നൽകി പൈസ ഇപ്പം തന്നെ ഒരു 6 മാസം കൊണ്ട് 6 ലക്ഷത്തോളം രൂപ അദ്ദേഹം കൈക്കലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഡ് എന്ന് പറയുന്നത് പിന്നെ ഈ 6 മാസത്തിൽ 25 ലക്ഷം പേരാണ് ഇത് കണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഡോക്ടേഴ്സിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു പരസ്യമാണ് അദ്ദേഹമായി ഈ ആഡ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്നോവ കാറ് സാലറി എല്ലാം അതിൽ പ്രത്യേകമായിട്ട് പറയുന്നു. വ്യാജ പരസ്യം നൽകി പ്രതി 8 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തൽ. ട്രേഡിംഗിലൂടെയും തൊഴിൽ വാഗ്ദാനത്തിലൂടെയുമുള്ള ഇരു തട്ടിപ്പുകളിലും കൂടുതൽ പരാതിക്കാരുണ്ടോയെന്ന് കൊല്ലം സിറ്റി സൈബർ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അമൃത ന്യൂസ്, കൊല്ലം. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിന് പിടിവീഴുന്നു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അറിയിക്കുന്നതിനുള്ള സംവിധാനം നടപ്പാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കാരണമുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. കൊച്ചി നഗരത്തിലെ മത്സരയോട്ടം ഒട്ടേറെ അപകടങ്ങൾക്കാണ് കാരണമാകുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 2 പേരാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മൂലം മരണപ്പെട്ടത്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത മനുഷ്യജീവനുകൾ അപകടത്തിലാക്കുന്നത് തുടർക്കഥയായതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടി സ്വീകരിക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം ദൃശ്യങ്ങൾ സഹിതം മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കാൻ ജില്ലയിലെ എല്ലാ സ്വകാര്യ ബസ്സുകളിലും ഔദ്യോഗിക വാട്സപ്പ് നമ്പർ പതിക്കും. 9188961207 എന്നതാണ് നമ്പർ. വാതിൽ തുറന്നുവെച്ചുള്ള സർവീസ്, മത്സരയോട്ടം, ഫോണിൽ സംസാരിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ്, യാത്രക്കാരോട് ജീവനക്കാരുടെ മോശം പെരുമാറ്റം ഉൾപ്പെടെ ഏത് നിയമലംഘനത്തിന്റെയും വീഡിയോയോ ഫോട്ടോയോ പകർത്തി വാട്സപ്പ് ചെയ്താൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നു. ഇതോടെ നിയമലംഘനങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാനാകുമെന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, കൊച്ചി. എമിറേറ്റ്സ് കപ്പിൽ മുത്തമിട്ട് ഇംഗ്ലീഷ് കരുത്തരായ ആഴ്സണൽ ഫൈനലിൽ സ്പാനിഷ് ടീമായ അത്ലറ്റിക് ക്ലബിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് തകർത്തത്. 34-ാം മിനിറ്റിൽ വിക്ടറിലൂടെയാണ് ആഴ്സണൽ ഗോൾ നേടിയത്. ടീമിലെത്തിയ ശേഷമുള്ള താരത്തിന്റെ ആദ്യ ഗോൾ കൂടിയാണിത്. 36-ാം മിനിറ്റിൽ ബുക്കായ സാഗയും 82-ാം മിനിറ്റിൽ കായ് ഹവൽസും ഗോളടിച്ചു. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.